നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ പരാതിക്കാരുടെ മൊഴി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ്. എന്ത് തോന്നുന്നു? ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇന്നലെ ദിലീപിന്റെ വിഷയമായിരുന്നു ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും വലിയ ഒരു ഇതിലേക്ക് വന്നത്. അതിന് മുന്നേ രാഹുലിന്റെ വിഷയമായിരുന്നു. പക്ഷെ ഇന്നലെ ദിലീപ് കുറ്റമോചിതനായി അല്ലെങ്കിൽ എത്തരത്തിൽ വിടുതൽ നൽകി എന്നുള്ള ഇത് വാർത്ത വന്നപ്പോഴേ രാഹുൽ വിഷയമൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും ഇപ്പൊ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടക്കുന്നതിന്റെ ഇടയിലാണ് വീണ്ടും രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയം വീണ്ടും ഈ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ ഇതിനപ്പുറം വേറെ തെളിവില്ലല്ലോ. ഇനി ഇതിനപ്പുറം വേറെ ഒരു ഒന്നും പറയാനില്ലല്ലോ. പക്ഷേ ഇതിന് ചില കാര്യങ്ങളോട് നമ്മളിപ്പം ഈ പറയുന്നത് പോലെ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പല കാര്യങ്ങളും വാർത്തകളാണ്, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു വല്ലാത്ത രാഷ്ട്രീയ പ്രേരിതമായി പോകുന്നു പലപ്പോഴും രാഹുൽ മങ്കൂട്ടത്തിന്റെ വിഷയം. ഇന്നിപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് ഇന്നലെ കഴിഞ്ഞിരുന്നു. അത് കൊടുക്കില്ല. ഇപ്പോൾ KPCCക്ക് അയച്ച ആ ഒരു പരാതിയിൽ പെൺകുട്ടിയുടെ പേരില്ല, വീടോ അങ്ങനെ ഒന്നുമില്ല, വാലും തലയും ഇല്ലാത്ത ഒരു പരാതിയായിരുന്നു. പക്ഷെ അതിനകത്ത് കണ്ടന്റ് ഏകദേശം ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞതുപോലുള്ള കണ്ടന്റാണ് വന്നത്. അതിൽ തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തി ഇപ്പോൾ മൊഴിയെടുപ്പ് നടത്തി എന്നുള്ളതാണ് വരുന്നത്. മൊഴി കൊടുക്കാൻ ആദ്യം തയ്യാറായില്ല. പക്ഷെ ഇന്നലെ അത് ബാംഗ്ലൂരിൽ നിന്നും ഇതിനായിട്ട് തന്നെ സംസ്ഥാനത്ത് എത്തുകയും മൊഴി കൊടുക്കുകയും ചെയ്തു. മൊഴി കൊടുത്തിൽ അതിക്രൂരമായ പീഡനം നടന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലും കുറച്ച് വൈരുദ്ധ്യങ്ങൾ, ആദ്യത്തെ പോലെ ചില വൈരുദ്ധ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ ആദ്യം വിവാഹ വാഗ്ദാനം നൽകുന്നു, അവരുടെ വീട്ടിൽ ചെന്ന് വിവാഹം ആലോചിക്കുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം രാഹുൽ മങ്കൂട്ടത്തിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഈ പറയുന്നതാണ് കൃത്യമായ ഒരു ഇതില്ലാത്തത് കൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വീട്ടുകാർ പറയുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുന്നു. അപ്പോൾ വീണ്ടും വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയെ ഈ പറയുന്നത് പോലെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഫെന്നി നയനാൻ ഉൾപ്പെടെയുള്ള ഫെന്നി നയനാനാണ് അന്ന് ഡ്രൈവ് ചെയ്തത്. അപ്പം അവർ ഏതോ ഒരു ഹോം സ്റ്റേ കൊണ്ടുപോകുന്നു. ആ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു. വലിയ മുറിവുകൾ ഉണ്ടാവുന്നു. ഈ പറയുന്നത് പോലെ പിന്നെ ഒരു ചവിട്ടുകൊറ്റ, അതായത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഒരിതായിട്ട് രാഹുൽ വലിച്ചെറിയുന്നു. ഇതാണ് കഥ, ഇതാണ് ഇപ്പോഴത്തെ പരാതി. ഇത് ഞാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഈ ജന്മം ജയിലിൽ നിന്ന് ഇറങ്ങരുത്. കാരണം അത്രയ്ക്ക് വലിയൊരു പാതകമാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്നും ഈ സിനിമകളിലൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. നേരിട്ട് ഇത്തരത്തിൽ ഉണ്ട്. ഇതിന് ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഈ ജന്മ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ക്രിമിനൽ എന്ന് തന്നെ ഞാൻ പറയും, വെളിയിൽ ഇറങ്ങാത്ത രീതിയിൽ ചെയ്തു വെക്കണം. പക്ഷെ ഇതിന്റെ ആ ഒരു കഥ നോക്കിക്കോണം. വലിയൊരു വല്ലാത്തൊരു സ്റ്റോറിയാണിത്. ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. വീട്ടുകാർ പറയുന്നു ഇല്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് വേണ്ട. രണ്ടാമത് കുറച്ചുകൂടെ അയാൾ നല്ലൊരു പൊസിഷനിൽ എത്തുന്നു. അയാൾ വീണ്ടും വിവാഹാലോചനയായിട്ട് വരുന്നു. അപ്പോൾ ഏകദേശം ധാരണയിലെത്തുന്നു. അപ്പോൾ ഒരു ഹോം സ്റ്റേയിലേക്ക്, പിന്നെ ഈ കല്യാണമൊക്കെ ഇതാവുമ്പോഴത്തേനും പ്രേമമാവുമല്ലോ. പ്രണയത്തിന്റെ പേരിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പെൺകുട്ടി പറയുന്നു ഇവിടെ വെച്ച് അങ്ങനെ ശാരീരിക ബന്ധം വേണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ക്രൂരമായി അവിടെ പീഡിപ്പിക്കപ്പെടുന്നു. പിന്നീട് പറയുന്നു ഇനി എനിക്ക് നിന്നെ വേണ്ടാന്ന്. അപ്പൊ ഇതിനും വലിയ ക്രിമിനൽ ഈ സംസ്ഥാനത്തുണ്ടോ? അപ്പം ശരിക്കും ഇത് ശരിയാണെങ്കിൽ രാഹുൽ രക്ഷപ്പെടരുത്. പക്ഷെ ഇത് തെറ്റാണെങ്കിൽ ഒരു മനുഷ്യനെ എന്തുമാത്രം പിച്ചിക്കറാമോ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ ഇത് എന്തുമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല. ഇതിൽ ആ പെൺകുട്ടിക്ക് ഒരു വീട്ടുകാരുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ എത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്നേ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു. 2023 എന്തോ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്നേ പുറത്തു വരേണ്ട സമയം കഴിഞ്ഞ് പോട്ടെ. ആ പെൺകുട്ടി ഇപ്പോഴാണ് ആ ഒരു ട്രോമയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അതിന് പറയാൻ പറ്റിയത്. ഇത് നമ്മൾ ആ അതിജീവിതയോടൊപ്പം തന്നെയാണ്. പക്ഷെ ഇത് ശരിയായിട്ടുള്ള കഥയായിരിക്കണം. ഇപ്പൊ ഇന്നിപ്പം മറ്റുള്ള മൊഴിയെടുപ്പും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയാണ്. ഇതിന് തെളിവെടുപ്പുണ്ട്. ഹോം സ്റ്റേ എവിടാന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഫെന്നി നയനാനെ പോലും പേടിയാണ്. ആ പെൺകുട്ടി ഈ രാഹുലിനെയും ഫെന്നി നയനാനെയൊക്കെ പേടിച്ചത് കൊണ്ടാണ് ഇത്രയും നാൾ പറയാതിരുന്നത്. നമുക്കറിയില്ല നീ ഏതെങ്കിലും പാവം കുട്ടിയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ആണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഒരു വലിയൊരു ക്രിമിനൽ ആണെന്ന് തന്നെ പറയും. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തെ പോലെ ഒരാളിനെ എത്രത്തോളം നാശിപ്പിക്കാമോ അതിൻ്റെ എക്സ്ട്രീം ലെവലും കഴിഞ്ഞു. ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു വിധി വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ പോലും ഒന്ന് തല താഴ്ത്തും.
അല്ലേ? കാരണം അത്രത്തോളം ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ എക്സ്ട്രീം മാധ്യമങ്ങളും എല്ലാ സോഷ്യൽ മീഡിയ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത് ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും രാഹുലിനെ സപ്പോർട്ടിങ് ഇല്ല, മീൻസ് ജനസപ്പോർട്ടിങ് ഉണ്ട്, അല്ലാതെ ഒന്ന് കൂടെ ചേർത്ത് നിർത്താൻ അല്ലേ പൊതുമധ്യത്തിൽ. ഇപ്പൊ ഞാൻ പറയുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു? ഇല്ല, ഒരിക്കലും പറയുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും പെൺപക്ഷത്താണ്, പെൺകുട്ടികളുടെ ഭാഗത്താണ്, സ്ത്രീപക്ഷത്താണ്. അപ്പൊ അതിജീവിതകളുടെ ഒപ്പമാണ്. ഒരിക്കലും നമ്മൾ പരാതിക്കാരെ അല്ലാത്ത മറുഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ഏക വ്യക്തിയായിട്ട് നിന്ന് പോരാടുകയാണ്. അപ്പൊ ആ പോരാട്ടത്തിൽ ഒരു പക്ഷേ ജയിക്കുകയാണെങ്കിൽ ഈ ജനം ഉൾപ്പെടെ, ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉൾപ്പെടെ, ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ചെറുപ്പക്കാരനോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂര പീഡനമായിട്ട് നാളെ ഒരു സമയത്ത് മാറാതിരിക്കട്ടെ. രാഹുൽ തെറ്റുകയെന്നല്ല, നമുക്ക് ഒരിക്കലും അത് അല്ല, ഇതില് പല വൈരുദ്ധ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതും MLA പോലുള്ള ഒരു വ്യക്തി വിളിച്ചാൽ പോകുന്ന അല്ലെങ്കിൽ പോയാൽ അവിടെ ഇത്തരത്തിൽ നടക്കുമോ? ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പഴയ കാലത്തെ സിനിമകളിലെ പോലെ ഒരു ഇച്ചിരി സ്വാധീനമുള്ള വ്യക്തിയുടെ റൂമിൽ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യാൻ മാത്രം അത് പീഡന കഥകൾ ഉള്ള സിനിമാ ലോകം അല്ലല്ലോ ഇത്, സിനിമാ കഥയല്ലല്ലോ ഇത്. സിനിമകളിൽ നമ്മൾ പഴയ കാലത്തെ സിനിമകളിൽ കണ്ടു, ഇപ്പോഴത്തെ സിനിമകളിൽ പോലും അതില്ല. പണ്ട് വില്ലനായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു അബ്കാരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഞാൻ ചില സിനിമ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ജോലി സാധ്യതയുമായിട്ട് വരുന്ന പെൺകുട്ടിയെ ഹോട്ടൽ മുറി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലേ? പീഡിപ്പിക്കുക, ക്രൂരമായി പിന്നെ ചില വമ്പന്മാർ ഇതേപോലെ വിവാഹ വാഗ്ദാനമൊക്കെ നൽകിയിട്ട് ആ പെൺകുട്ടിയെ ഇത് ചെയ്തിട്ട് അവള് ഗർഭിണിയായിരിക്കുമ്പോൾ നീ പോയി അബോർട്ട് ചെയ്യടി എന്ന് പറയുന്ന രംഗങ്ങൾ, സിനിമാ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും വില്ലനാണോ രാഹുൽ മാങ്കൂട്ടം? അത്രയ്ക്ക് ബോധവും ബുദ്ധി ഇല്ലാത്തതാണോ MLA? അത്രയ്ക്ക് ബുദ്ധി ബോധം ഇല്ലാത്ത ഈ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് കിടന്ന് ബഹളം വെക്കുക, എന്നിട്ട് ഫോഴ്സ് ചെയ്യുക, പിന്നീട് ആ പെൺകുട്ടിയുടെ ശാരീരമായി ഉപയോഗിച്ചതിന് ശേഷം അതിനെ കൈ കഴുകുക. ഇതെന്തോ ഒന്ന് ഗുണ്ടയോ? അപ്പൊ അതിലൊക്കെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പഠിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കരിയറിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. സമൂഹത്തിനും അതേപോലെ ചുറ്റുപാടുകൾക്കും കുറച്ചൊക്കെ ഇത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഒരു പീഡനവീരനായിട്ട് ക്രിമിനലായിട്ടും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അത് ഒരു വലിയ ഒരു ഇതിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ആദ്യത്തെ പരാതിയിൽ തന്നെ ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു, കുറെ വൈരുദ്ധ്യങ്ങളുണ്ട് അല്ലേ? ഈ പറയുന്നതോണം ഉഭയകക്ഷി സമ്മതപ്രകാരം എല്ലാവർക്കും അറിയാവുന്നതാണ്, വിവാഹിതയാണ്, വിവാഹ വാഗ്ദാനം പിന്നെ അവിടെ എങ്ങനെ കൊടുക്കാൻ പറ്റും? പക്ഷെ അവിടെ രാഹുൽ പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ഗർഭചിത്രം എന്ന് പറയുന്ന ഒറ്റ കേസിലാണ്. ഗർഭചിത്രം ഫോഴ്സ് ചെയ്ത് നടത്തി എന്നുള്ളതിൽ മാത്രമാണ്. അവിടെ ആയിരിക്കും ഒരു പക്ഷേ കോടതി വിധി ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യത, പ്രതികൂലമായിട്ട് വരുന്നത്. അല്ലാതെ ബാക്കിയുള്ള ബന്ധമൊന്നും ഈ പറയുന്നത് പോലെ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം അവസാനം ഒരു പോസ്റ്റ് ഇട്ടിട്ട് മുങ്ങിയത്. നീതിപീഠത്തിന്റെ മുന്നിൽ സത്യം ചെയ്യിക്കും, നീതിപീഠത്തിന്റെ മുന്നിൽ ഞാൻ നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനല്ലെന്ന് ഞാൻ തെളിയിക്കൂ എന്നുള്ളത്. രാഹുലിന് കൃത്യമായിട്ട് അറിയാം, അയാളുടെ ഈ ലോയും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് കൂടുതൽ അറിയാവുന്ന വ്യക്തിയല്ലേ. അപ്പൊ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ആ പെൺകുട്ടിയുമായിട്ട് അടുപ്പം കാണിച്ചു, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ രാഹുലിനോട് കുരുക്കാവുന്നത് ഗർഭചിത്രമല്ലേ? ഗർഭചിത്രത്തിന്റെ ഒരു ഭാഗം ക്ലിപ്പിംഗ് മാത്രമല്ല നമ്മളെല്ലാം കേട്ടിട്ടുള്ളൂ, അതിന്റെ പൂർണ്ണ രൂപ രാഹുൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആരാണ് ഗർഭചിത്രം നടത്തിയത്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണെങ്കിൽ രണ്ടുപേരും തെറ്റുകാരാണ്. ഗർഭചിത്രം എന്ന് പറയുന്നത് രണ്ടുപേരും തെറ്റുകാരാണല്ലോ. അപ്പൊ രണ്ടുപേരും തെറ്റുകാരായിരിക്കും. അപ്പം ഈ പറഞ്ഞതുപോലെ വിവാഹിതയായ പെൺകുട്ടിയിൽ നിന്നൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു അച്ഛനെന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഇത് വരത്തില്ലേ, അതൊക്കെ രാഹുലിന് വാദിക്കാൻ പറ്റും അവിടെ. അപ്പൊ അവിടെ ഒരു വീക്ക് പോയിന്റുകളാണ് പലതും കിടക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ കേസ് 2023 നടന്ന കേസ്, ഇത്രയും വലിയൊരു പീഡനമൊക്കെ നടന്നിട്ട് പുറം ലോകം അറിഞ്ഞില്ല. അതും ഇത്രയും വലിയൊരു പദവി അന്നില്ലായിരുന്നു, പക്ഷെ ഇന്നും പദവി ഇരിക്കുന്ന വ്യക്തി നടത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ തെളിവുകൾ എന്തെങ്കിലും കാണണം. തെളിവുകൾ ഇപ്പം മറ്റേ ആദ്യത്തെ ഇതിൽ തന്നെ പല തെളിവുകളും ഏകപക്ഷീയമായിട്ടുള്ള തെളിവുകൾ അവിടുന്ന് ഇവിടുന്ന് നമുക്ക് കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്, മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ ഇനിയിപ്പോ രാഹുലിന്റെ ഫോണോ മറ്റെങ്കിലും റിട്രീവ് ചെയ്തിട്ട് ഫുൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നോണം മനസ്സിലാവും. ഇതും അതുപോലെ തന്നെ തെളിവുകൾ ചെറിയ തെളിവുകളെ കൊടുക്കുന്നുള്ളൂ. മുഴുവനായിട്ടുള്ള തെളിവുകൾ കൊടുത്തെങ്കിലേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും പറ്റൂ. ഇപ്പൊ 2-3 വർഷമായി ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളത്, ചിലപ്പോൾ ചാറ്റിംഗ് ഒക്കെ കാണും. അത് ഇതുപോലെ ഉഭയകക്ഷി സമ്മതപ്രകാരം വല്ലതും ആണ് എന്നുള്ളത് വന്നാൽ അതും വീക്കാവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും ഇപ്പൊ ആദ്യത്തെ കേസ് കുറേയൊക്കെ കാര്യങ്ങൾ പുറത്തു വിട്ടിരുന്നു, മാധ്യമങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് പെൺകുട്ടിയുടെ പേര് പോലും അല്ലെങ്കിൽ ഈ പറയുന്ന യാതൊന്നും എല്ലാം വളരെ സീക്രട്ടായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. വളരെ സ്വകാര്യതയിൽ തന്നെയാണ് കേസന്വേഷണം നടത്തുന്നത്.
അപ്പൊ അതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിനെ ഇനി അറസ്റ്റ് ചെയ്യുന്നത്. മൊഴി കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ ആർക്ക് വേണമെങ്കിലും പറയാം എന്നെ പീഡിപ്പിച്ചു, എന്നെ അന്ന് ബലാത്സംഗം ചെയ്തു. പക്ഷെ എന്തെങ്കിലും തെളിവുകൾ വേണം. അന്നത്തെ ചാറ്റിങ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ കാണും, കണക്ഷൻ ഉണ്ടെന്ന് കാണും. പക്ഷെ ഈ പറയുന്ന ബലാത്സംഗം ചെയ്തതിന് എന്തെങ്കിലും തെളിവ് വേണ്ട. അപ്പൊ ഹോം സ്റ്റേയിൽ പോയേണ്ടി വരും. അവിടെ അന്നുണ്ടായിരുന്ന ആരെങ്കിലും ഇത് ചെയ്യണം. ഇപ്പൊ മുകേഷിന്റെ തന്നെ കാര്യത്തില് ആ സ്ത്രീ പരാതിപ്പെട്ടു, ഈ പറയുന്നത് പോലെ എന്താണ് ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അതിന് വലിയ കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ രാഹുലിന് കുരുക്ക് വീഴുന്നത്. ഇനി എന്ത് തന്നെയായാലും രാഹുലിന് ഒരു പക്ഷേ ഈ പറഞ്ഞോണം തെളിവുകളുടെയൊക്കെ അഭാവത്തിൽ എങ്ങനെയാണെങ്കിലും രാഹുൽ തടി തപ്പിയാൽ പോലും ഇത് ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയുടെ കോടതിയിലും ഈശ്വരന്റെ കോടതിയിലും അദ്ദേഹത്തിന് മോചനം ഉണ്ടാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയിക്കപ്പെടും അല്ലേ. ഇത് എനിക്ക് രണ്ടാമത്തെ കാര്യത്തിൽ ഈ പറഞ്ഞ ഇത് വെച്ച് എനിക്ക് ഭയങ്കര ക്രൂര പീഡനമായിട്ട് എനിക്ക് തോന്നി. അത് സത്യസന്ധമായിട്ടുള്ളൊരു സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല, അത് ഇനി കോടതിയാണ് തീരുമാനം. സത്യസന്ധമായിട്ടുള്ള ഒന്നാണെങ്കിൽ രാഹുൽ വലിയൊരു ക്രിമിനലാണ്, വഴിക്കുള്ളിലാക്കേണ്ട സമയം കഴിഞ്ഞു. അതല്ല, ഒരു മനുഷ്യനെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുന്ന ആ മനുഷ്യനെ വലിച്ചു കീറി മാധ്യമ വിചാരണയിലൂടെയൊക്കെ വലിച്ചു കീറി അങ്ങ് തറ പറ്റിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് എന്താണ് അത് ശരിയാവില്ല. അത് അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം സത്യമേവ ജയതേന്ന് നമ്മൾ പറയും. സത്യം എന്നാലും തെളിയിക്കപ്പെടും. കുറച്ച് നാളൊക്കെ മൂടി വെക്കാൻ പറ്റി. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് തന്നെ വന്ന് കുത്തിപ്പൊക്കി എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ കളിയായിട്ടേ തോന്നുന്നു. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രൂപം കിട്ടും. രാഹുലിനും ഇത്തരത്തിലുള്ള ചില തെളിവുകൾ കാണുമല്ലോ, ആ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ കാണുമല്ലോ. ഇപ്പൊ ഫിന്നി പറയുന്നത് എനിക്ക് ഇത് ഏതാ സംഭവം എന്ന് പോലും അറിയില്ല, ഏതാ പെൺകുട്ടിയെന്ന് പോലും അറിയില്ല. അങ്ങനെ മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പുതുതായിട്ട് നിർമ്മിച്ച പരാതിക്കാരിയാണോ എന്നും അറിയില്ല. ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആദ്യത്തെ ഒരു കേസിൽ രാഹുലിന്റെ ഭാഗത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കുറേയൊക്കെ രാഹുലിന് പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ രണ്ടാമത്തെ കേസിൽ സ്ട്രോങ് ആയിട്ടുള്ള തെളിവുകളോ മൊഴികളോ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും രാഹുലിന് ഇത് നിൽക്കാം. ഒരു പക്ഷെ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഇവരൊക്കെ പരാതിക്കാരെയൊക്കെ കണ്ടാൽ മതിയായിരുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം ഞാൻ ഇന്നലെ ഒരു അതിജീവിതയുടെ ഇത് കണ്ടതാണ്, അതെ നമ്മളെല്ലാം കണ്ടതാണ്. 8 വർഷത്തെ പോരാട്ടത്തിന്റെ അത് അതിജീവിത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതാണ് അതിജീവിതമാർ. അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, പോരാടണം, തൻ്റെ ഭാഗം ജയിക്കണം. തനിക്കെതിരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ അതിജീവിതയായാലും ഈ രണ്ടാമത്തെ പെൺകുട്ടിയാണെങ്കിലും ഈ തരത്തിൽ അവർ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ, സത്യസന്ധതയുള്ള ഇതാണെങ്കിൽ, ഇപ്പൊ പീഡനവും ആയാലും ഈ പറയുന്ന ഗർഭചിത അല്ലെങ്കിൽ ചീറ്റിങ് ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പോരാടുക തന്നെ വേണം, അതിൽ ജയിക്കുക തന്നെ വേണം. അതല്ല ഈ പറയുന്നോണം മറ്റേതെങ്കിലും പ്രേരിത ഫലമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈരാഗ്യത്തോടെ, ഇപ്പം ഒരാൾ ഇഷ്ടപ്പെട്ടിട്ട് അവസാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇത് വന്നു, അതിൻ്റെ ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് ഒരാൾ ഇത് തീർക്കാനാണെങ്കിൽ അത് പിന്നെ കോടതിയുടെ ഇതില്ലല്ലോ. അല്ലാതെയാണെങ്കിൽ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ തുറങ്കലിൽ അടയ്ക്കാനുള്ള എല്ലാ ഇതിനും എല്ലാവരും സപ്പോർട്ടുണ്ട്. രണ്ടാമത്തെ ഇത് എന്താന്നുള്ള കൂടുതൽ അപ്ഡേഷൻ വന്നില്ലേ. പക്ഷെ ഇതുവരത്തെ ഇതനുസരിച്ച് എനിക്കങ്ങോട്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സിനിമയെ വെല്ലുന്ന കഥകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, നമ്മൾ കേൾക്കുമ്പോൾ. ഏതായാലും കാത്തിരുന്ന് പറയാം. രാഹുൽ എന്തായാലും ഇപ്പോഴും അഭ്രപാളിയിൽ തന്നെയാണ്. എന്താ പറയുന്നത്, 13ാമത്തെ ദിവസവും രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതല്ല, ഇത്രയും കേരള പോലീസ് ഇത്രയും വലിയ ചങ്കൂറ്റമുള്ള ബുദ്ധിവൈഭവമുള്ള കേരള പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് തന്നെയുണ്ട് ഒരു രാഷ്ട്രീയ കളികൾ. അപ്പൊ നമ്മുടെ പിണറായി പോലീസാണ് നോക്കുന്നത്. അപ്പം പിണറായി പോലീസിന് രാഹുലിനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവര് ഈ തെരഞ്ഞെടുപ്പ് വരെ ഒന്ന് തള്ളി നീക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരോ ചോർത്തുന്നുണ്ട് വിവരം. ഒന്നുമില്ല, എത്ര ചോർത്തിയാലും എന്ത് ചോർത്തിയാലും രാഹുൽ മാങ്കൂട്ടൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അത്രമാത്രം ഒന്നും ഒരു വലിയൊരു സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു വ്യക്തി ഒളിച്ചിരുന്നാലും ഒളിവിൽ താമസിക്കാൻ പറ്റില്ല. ഒരു സാധാരണ കള്ളനോ കൊലപാതകമോ ഒന്നും അറിയപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളൊരു വ്യക്തിയെ അത്ര പെട്ടെന്ന് ഒളിപ്പിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും വിപുലീകരിച്ച, സൈബർ സെല്ലുകളൊക്കെ ഇത്രയും വിപുലീകരിച്ച സമയത്ത് രാഹുലിനെ പോലുള്ള ഒരു MLA കണ്ടെത്താൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്, വിശ്വസിക്കാൻ. അത് ഈ പറയുന്ന CPM-ന്റെ ഒരു നാടകം തന്നെ, പിണറായി പോലീസിന്റെ ഒരു നാടകം തന്നെ. അത് ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട്, ഇന്നിപ്പം പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് രാഹുലിന്റെ വിഷയം. അത് തെരഞ്ഞെടുപ്പിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് പോകും. പിന്നെ അത് കഴിഞ്ഞ് കണ്ടാൽ മതിയായിരുന്നു. എന്നാലും 15-ാം തീയതിയിലേക്ക് ഉറ്റി നോക്കുകയാണ് എന്താണ് വിധി എന്നതൊക്കെ അന്നത്തെ ദിവസം അറിയാൻ സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നീക്കങ്ങൾ അറിയാം.